ആളുടെ പേര് ഞാൻ ഇപ്പൊ തൽക്കാലം പറയില്ല. അത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് ബുദ്ധിമുട്ടുള്ളത് ഒന്നാമത് ഇലക്ഷനാണ്. ആ ഇലക്ഷൻ സമയമാണ് ഈ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാ പേര് പറയുന്നത്. ഏത് വാർത്ത? ഞാനത് പ്രൈവറ്റ് ചെയ്തതല്ല. അത് ഈ ഹൗസിന് അല്ലല്ല. അതാണ് നിങ്ങൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഈ ഹൗസ് സിനിമാസിന്റെ അയാള് എന്റെ ചാനല് ഒരു ഫാൾസ് കമ്പനിയെ കൊണ്ട് ദുബൈയില് അത് അവനത് എന്താണ് പറയാ ഹാക്ക് ചെയ്യിച്ചിട്ട് എനിക്കതിപ്പോ മോണിറ്റൈസേഷൻ പോലും പോയി കിടക്കാം. പ്രൈവറ്റ് അല്ല. നോ നോ ഏതാണ് പ്രൈവറ്റ്? യൂട്യൂബിൽ എനിക്കറിയില്ല. ഞാൻ ഫേസ്ബുക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. യൂട്യൂബിൽ എനിക്കറിയില്ല. ഇല്ല, ത്രിവിക്രമനെതിരെ ചെയ്ത വാർത്ത അയാൾ തന്നെയാണ് ചാനൽ ഹാക്ക് ചെയ്തിട്ട് അതിന്റെ മോണിറ്റൈസേഷൻ കളിക്കുന്നത് 2 ചാനലിൽ ഇപ്പൊ നടന്നിരിക്കുന്നതാണ് 30 ദിവസത്തേക്ക്. ഒരിക്കലും ചേട്ടന്റെ ടീമിനെ ഇതിനെ ഒന്നും ചെയ്തല്ല. ചേട്ടൻ പ്രൈവറ്റ് ചെയ്താണ്. ഏതാ യൂട്യൂബിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഉറപ്പായിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ ചെക്ക് ചെയ്ത് പറയാം. ടെക്നിക്കലായിട്ട് പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിന്റെ അകത്ത് എനിക്കറിയാം ഈ വീഡിയോ പ്രൈവറ്റ് ആയെന്നുള്ള കാര്യം. കാരണം യൂട്യൂബിന്റെ അല്ല ബേസിക്കലി അല്ല ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. അല്ല ഒരു മിനിറ്റ് സുഹൃത്ത് ഞാൻ പറഞ്ഞിരുന്നോട്ടെ. നിങ്ങൾക്ക് ആൻസർ വേണം. ഒരു മിനിറ്റ് നിങ്ങൾക്ക് ആൻസർ വേണം. കറക്റ്റ് ഒരു ആൻസർ പറയാം. അതിന് ഫേസ്ബുക്ക് വന്ന് ഫേസ്ബുക്കിനെ ഒരു മിനിറ്റ് ഫേസ്ബുക്കിൽ ലിങ്ക് വന്ന് യൂട്യൂബിന്റെ ലിങ്ക് ആണ് ഫേസ്ബുക്കിൽ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ആണല്ലോ. അന്നേരം ഫേസ്ബുക്കിന് വന്നിട്ട് സ്ട്രൈക്ക് ആയിട്ട് 30 ഡേയ്സിലേക്ക് അവർ സ്റ്റോപ്പ് ചെയ്തു. ആ കറക്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. അല്ല അപ്പൊ സ്ട്രൈക്ക് അല്ല ആ പറഞ്ഞ ആളുകൾ വരുമോ? ഞാൻ കാണിച്ചു തന്നില്ല. ഞാൻ റീഡ് ചെയ്യട്ടെ. This content was removed for an intellectual property violation. The post was reported by a third party for infringing their copyright. We don't show people to share content infringes. കുഞ്ഞുമണി ഹോസ്പിറ്റലിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ബാർ ഡാൻസിംഗിലേക്ക് വിളിച്ചു. അതൊരു വലിയൊരു എന്താ പറയാ അതിനെന്ത് പ്രൂഫാണുള്ളത്? അതിന്റെ പ്രൂഫ് 2 പെൺകുട്ടികൾ ഞങ്ങളുടെ അസോസിയേഷൻ വന്ന് ഞങ്ങൾക്ക് പരാതി ഞങ്ങളുടെ ഇപ്പൊ ഞാനില്ല മാർക്കറ്റ് ഓഫീസറാണ്. എല്ലാ ആരോപണവും ഉന്നയിക്കുമ്പോഴും എല്ലാവരും പിന്നെ പേപ്പർ എടുത്ത് കൈപ്പിടിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ ആരോപണം ഇത്രയും കാര്യങ്ങൾ ആരോപണമല്ല. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇത് വെച്ചോണ്ടാണ് സംസാരിച്ചത്. ഇതിന്റെ എല്ലാം പേപ്പറുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചോണ്ടാണ് സംസാരിച്ചത്. അല്ല വെള്ളമുരളി അഥവാ വാട്ടർമാൻ മുരളി ഞങ്ങളോടൊപ്പം ഒരു പ്രസ് മീറ്റിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖകളെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പേപ്പറുകളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കുറച്ചുകൂടി സ്പഷ്ടത ഉണ്ടായിരുന്നു. വ്യക്തികളുടെ പേരുണ്ടായിരുന്നു. അതിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ കണ്ണൂരിലെ ഏതോ നമ്മളെല്ലാം അറിയപ്പെടുന്ന നേതാവ്, തൃശ്ശൂരിലെ ഏതോ AFP, ഏതോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിത്വവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വ്യക്തതയും നിങ്ങളുടെ ഇന്റഗ്രിറ്റിയും കൂടിയാണ് ഞങ്ങൾക്ക് പേരുകൾ വെളിപ്പെടുത്തിയാൽ ഈ 10-69 മീഡിയകൾ ഇവിടെ കൂടിയതിന് ഒരു കാരണം കൂടി ഉണ്ടാകുമായിരുന്നു. അല്ല ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? മുരളി ഇവിടെ സംസാരിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ മുരളി പറഞ്ഞ് വെള്ള പേപ്പർ കാണിച്ചിട്ടുണ്ട് എന്റെ എന്നെ 100 കോടി പറ്റിച്ചു എന്ന് പറയുന്നു. ഇപ്പോഴത്തെ ഇഷ്യൂ ഇവിടുത്തെ ഒരു ACPയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ത്രിവിക്രമനോ ബാർ ഡാൻസോ അതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ വന്ന് ഞാനൊരു പ്രവാസിയായിട്ട് ഞാൻ ഇവിടുന്ന് പോയി എന്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോയ ശേഷം എനിക്കെതിരെ ഇത്ര കേസ്. ഓക്കെ, ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുവാണ്, ഒരു പുള്ളി ചോദിച്ചു ഈ ടൈലിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തെ പറ്റി ചോദിച്ചു. ക്വാളിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. അത് ഓൾറെഡി വന്ന് ഇന്ത്യൻ ഗവൺമെന്റ് DGFT അപ്രൂവ് ചെയ്തൊരു സാധനമാണ് ഇവിടെ ഉള്ളത്. അതിന്റെ പ്രൂഫ് ചോദിക്കുക, അതിന്റെ പ്രൂഫ് കറക്റ്റായിട്ട് തരും.
ഇപ്പൊ മുരളിക്ക് അയച്ചു കൊടുത്ത പൈസയുടെ റെസീപ്റ്റ് ചോദിക്കുക, റെസീപ്റ്റ് ഉണ്ട്, റെസീപ്റ്റ് തരും. മുരളി ഇട്ട എഫ്ഐആറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക, എഫ്ഐആറിന്റെ ഡീറ്റെയിൽസ് കയ്യിലുണ്ട്. കോടതി വന്ന് പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്ത് എനിക്ക് ഇതായിട്ട് കൊടുത്ത് ഇൻട്രീം ഓർഡർ നിങ്ങൾ ചോദിക്കുക, ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ട്. ഇതിപ്പോ നിങ്ങൾ ഏത് ഇപ്പൊ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയ ഒരു എഫ്ഐആർ ആരെങ്കിലും പേരിടാൻ പോകും? അല്ല അല്ല, ഏതോ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചാൽ ഒരാളുടെ പേരിൽ 4 എഫ്ഐആർ ഇടാൻ പോകും. ഒരു മന്ത്രി, ഒരു പോലീസോ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരാളെ ഈ വ്യക്തിഹത്യ ചെയ്യുക ആളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ എന്തെങ്കിലും വ്യക്തിഹത്യ ചെയ്യുവാണെങ്കിൽ വ്യക്തിഹത്യ, ഇത് വ്യക്തിഹത്യയല്ല. ആരോപണം പറഞ്ഞത് ആരോപണം തന്നെയാണ്, ഒരു രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. അതെ, അത് പറയാൻ എങ്ങനെ പറയാൻ പറ്റും? CPM മാത്രമാണ് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? കണ്ണൂർ ലോബിയുടെ കോൺഗ്രസിന്റെ കണ്ണൂർ ലോബിയില്ലേ? നിങ്ങൾ അതീ പിടിച്ച് ഞാനല്ല, സുഹൃത്തുക്കളെ, അതീ പിടിച്ച് ഞാനല്ല. ഞാനും ഒന്നാമതര കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഒന്നാമതര കമ്മ്യൂണിസ്റ്റുകാരെ ചുമന്ന കൂടി പിടിച്ച ആള് തന്നെയാണ്. അത് യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് ആ രീതിയിലൊന്നും നിങ്ങൾ അതിനെ പിടിച്ച് വളച്ചു പിടിക്കാൻ നോക്കണ്ട. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. നിങ്ങൾ പറയുമ്പോഴല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ആ നേതാവ് ആരാണെന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ ആ നേതാവിന്റെ പേര് വെളിപ്പെടുത്തി. ഞങ്ങൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നോക്കട്ടെ, വരുമോ നോക്കട്ടെ. ഇനി എഫ്ഐആർ ആണെങ്കിൽ ഒരു എഫ്ഐആർ ഇടട്ടെ. സുഹൃത്തെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ പോലീസ് അല്ല, CPM അല്ല നിങ്ങൾ ഒരു ഇപ്പൊ ഞാനൊരു പോലീസ് സ്റ്റേഷൻ അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ചോദിക്കുക, എന്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ കൊടുത്തിട്ട് പോലീസുകാരോട് ചോദിക്കും, ഇത് നിങ്ങൾ എങ്ങനെ എഫ്ഐആർ ഇട്ടാൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. അതായത് നിങ്ങളോട് നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, ACPയുടെ പേര് ചോദിച്ചില്ലേ? ACPയുടെ സിഗ്നേച്ചർ ഉള്ള സാധനം കയ്യിലുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക ആരാണ്. അങ്ങനെ ഈ പറഞ്ഞ പുള്ളിക്ക് ഇത്രയും വൈകി എന്തുകൊണ്ടാണ് റെസ്പോൺസ്? കാരണം ഒരു മീഡിയ കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ ഇത്ര റെസ്പോൺസ് എത്താത്ത താമസമില്ല. സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. എന്തുകൊണ്ട് ഇത്ര ഡിലേ ചെയ്ത് നിങ്ങൾ അവരിത് ചെയ്യണമെന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, സുഹൃത്ത് ഈ മീഡിയ പുള്ളി വന്ന് വെള്ളമുള്ളി വന്ന് ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾ പുള്ളിയുടെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഇത്രയും ഡോക്യുമെന്റ് ACP സൈൻ ചെയ്ത് ACPയുടെ പേപ്പർ ഉൾപ്പെടെയാണ് പറയുന്നത്. എന്ത് ഡോക്യുമെന്റ്? ആ ഡോക്യുമെന്റ് എന്ന് പറയുമോ? ഒരു ഡോക്യുമെന്റ് പറയുമോ നിങ്ങൾ? അല്ല, അതാ പറഞ്ഞു. അതിപ്പോൾ നിങ്ങൾ പറയുന്ന വ്യക്തത എന്ന് പറയുമ്പോൾ ഏത് ഡോക്യുമെന്റ് നിങ്ങൾക്ക് തന്നെ? അല്ല, ഒരേ ഒരു കാര്യത്തിനാണ് പുള്ളി പറഞ്ഞത്, മറുപടി പറയുന്നില്ല. അല്ല, ഒരേ ഒരു കാര്യത്തിനാണ് പുള്ളി പറയാന് കണ്ണൂരിലുള്ള ഒരു മിനിസ്റ്റർ എന്നല്ല പുള്ളി പറഞ്ഞത്. രാഷ്ട്രീയ നേതാവ് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ആ രാഷ്ട്രീയ നേതാവിന്റെ പോലീസ് കണ്ണൂർ ലോബിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഇനി എത്ര നിർബന്ധിച്ചാലും എന്റെ വായിന്ന് ആ പേര് ഇപ്പൊ തൽക്കാലം വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ വാട്ടർമാൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഓസ്ട്രേലിയയിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 65-35% ഷെയർ. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് എൻടൈറ്റിൽമെന്റിന്റെ ഭാഗം കൂടി ആകുമ്പോൾ ഒരു ബേസിക്കലി നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ പുല്ല് ചെത്താനെ വിളിക്കുമ്പോൾ അയാളെ പറ്റി ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ നമുക്ക്, അല്ലെങ്കിൽ അയാളെ പറ്റി നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുമല്ലോ. അയാളുടെ ഇന്റഗ്രിറ്റി എന്താണ്, അയാളുടെ ബിസിനസ് ഇടപാടുകൾ എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരുമിച്ച് കച്ചവടവും നടത്തിയതിനു ശേഷം അതിനുശേഷം
ആദ്യമായിട്ടൊരു ആരോപണമായിരുന്നത് വാട്ടമുരളിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ സ്പഷ്ടത വിശ്വസിക്കാനേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ വന്ന് പറയുമ്പോ അതിനകത്ത് പ്രശ്നങ്ങൾ അതിന് വ്യക്തത വേണം. അപ്പൊ ഒരു ബിസിനസ് എന്റർടൈൻമെന്റ് പോലെ തുടങ്ങി നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ അത് മാധ്യമങ്ങളിലേക്ക് വലിച്ചടിക്കുന്നതായിട്ടാണ് ഇപ്പൊ ഉള്ള വ്യക്തത കുറവുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ വന്ന് മുരളി വന്നപ്പോഴത്തേക്ക് മുരളിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നെപ്പറ്റി കുറച്ചും കൂടെ ഞാനൊരു അണ്ടർസ്റ്റാൻഡിങ് സുഹൃത്തെ ആ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടു. ഞാനൊരു അണ്ടർസ്റ്റാൻഡിങ് പറയാം. എനിക്ക് വന്ന് അവിടെ ഇലക്ട്രോണിക് വേസ്റ്റ് റീസൈക്ലിംഗ് ഒരു ബിസിനസ് ഉണ്ട്, പിന്നെ എനിക്ക് ഗ്ലോബൽ ബയോഡിസ് 2 കാസിനോ ഉണ്ട് എനിക്കവിടെ, പിന്നെ എഞ്ചിനീയറിംഗ് കമ്പനി ഉണ്ട്, പിന്നെ ബാക്കിയുള്ളത് വന്ന് ഓട്ടോമേഷൻ്റെ CNC ഓട്ടോമേഷൻ്റെ കമ്പനിയുടെ ഓൾമോസ്റ്റ് 100 പേരെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിലൊരു പുതിയൊരു ഗവൺമെന്റ് ഒരു റൂളിൽ വരുന്നത് ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡ്യൂട്ടി വേണ്ട. ഞങ്ങൾക്ക് ഇത് നേരത്തെ ചൈനയായിട്ട് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത് വേണ്ട എന്നുള്ള കാര്യം. അപ്പം മിനിസ്റ്റർ ജയശങ്കർ സാറെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഹൈ കമ്മീഷനിൽ വരുമ്പോഴത്തേക്ക് ഹൈ കമ്മീഷൻ്റെ പ്രഷറുണ്ട് ഇത്രയും ഇന്ത്യന്നുള്ള എക്സ്പോർട്ടുകൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളത്. അതായത് ഇന്ത്യൻ ഹൈ കമ്മീഷൻ നമ്മുടെ ഓഫീസിൽ നമ്മളോട് പറയാറുണ്ട്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യും ചൈനയ്ക്ക് കൊടുക്കുന്ന പ്രിഫറൻസ് നിങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുക. യു ആർ ഫ്രം ഇന്ത്യ, നിങ്ങളുടെ മദർ കൺട്രിയാണ് ഇന്ത്യ, ഇന്ത്യക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് മുരളി വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുക, ഇപ്പോൾ ചൈനയിൽ നിന്നൊരു ഒരു ഫോർ എക്സാമ്പിൾ ഞങ്ങൾ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വന്ന് 50% നമുക്ക് അഡ്വാൻസ് പേയ്മെന്റും ബാലൻസ് വന്ന് 90 days കഴിഞ്ഞ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ചൈനയായിട്ടുള്ളത്. ഓക്കെ, ചൈന ഗവൺമെന്റ് സാധനം വിടുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയ വിടുമ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിത്തിൻ 30 days ചൈന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് ക്ലോസ് ചെയ്യാനുള്ളത്. ഓക്കെ, അവരുടെ കംപ്ലൈൻസുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 30 days അത് ക്ലോസ് ചെയ്യും. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 1.5 years ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിനകത്ത് ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്തിരുന്നോ എന്നാണ് ചോദിച്ചത്. എന്നെ സംബന്ധിച്ചുള്ള ഒരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്രിമെന്റ് വായിക്കുമ്പോൾ എഗ്രിമെന്റിന്റെ അകത്ത് പറയുന്ന പ്രൊഡക്റ്റിന്റെ പൈസ 90 ദിവസം കഴിഞ്ഞിട്ട് 50% പേ ചെയ്യാണ്. പ്രൊഡക്റ്റിന്റെ പൈസ 90 ദിവസം കഴിഞ്ഞ് 50% പേ ചെയ്യുക, ബാക്കി 50% സെയിൽസ് കഴിഞ്ഞ് പേ ചെയ്യുക. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് നല്ല അല്ലെങ്കിൽ എനിക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല സുഹൃത്തെ. എനിക്ക് വന്ന് 0 റിസ്ക് ആണ് ഇതിനകത്ത്. ആസ് എ ബിസിനസ് മാൻ എനിക്ക് 0 റിസ്ക് ആണ്. ഞാൻ വന്ന് 50% പേ ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് പുള്ളിയുടെ ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യണം. ഒരു സുഹൃത്തിനുള്ള ആദ്യത്തെ ആൻസർ ആണ്. രണ്ടാമത്തെ ആൻസർ, ഹീസ് ഫ്രം അവർ നേറ്റീവ്. നമ്മൾ വന്നിട്ട് ഞാനിപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്. അതായത് നമ്മുടെ ബ്രെഡിൽ വന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ബ്രെഡിലുള്ളവരുണ്ടല്ലോ. അതായത് നമ്മൾ ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാനാകും, ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യാനാകും. അതിനാണ് ഇവിടുന്ന് ഇത്രയും പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 5 star ഹോട്ടൽ കിട്ടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. 15 വർഷമായിട്ട് ഞാനിവിടെ മലയാളം സിനിമകളിൽ പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പടങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് പല പടങ്ങൾ ഇപ്പോൾ മഞ്ഞുമലയിൽ ബോയ്സിന്റെ പടം എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ടാണ് കൊടുക്കുന്നത്. നമുക്കറിയത്തില്ല മഞ്ഞുമലയിൽ ബോയ്സ് ഹിറ്റ് ആവുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. മഞ്ഞുമലയിൽ ബോയ്സിന് ഹിറ്റ് ആയി കഴിയുമ്പോൾ ഒരു 40 കോടി കളക്ഷൻ എൻ്റെ കയ്യിലായിരിക്കുന്നത്. 40 കോടി കളക്ഷൻ. എൻ്റെ 10% മാത്രമേ ഉള്ളൂ എനിക്ക് അവകാശപ്പെട്ട പൈസ. ആ 10% എടുത്തിട്ട് ഞാൻ ബാക്കി 90% അവർക്ക് ടൈമിൽ റിട്ടേൺ കൊടുക്കണം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് RDX ചെയ്തതും പഴയ പടങ്ങളെല്ലാം ചെയ്തതും. ഇവിടെ ക്രിസ്റ്റഫറിന്റെ പ്രൊഡക്ഷനിൽ അല്ലല്ല, ഇതിന്റെ അകത്ത് റിസ്ക് ലെവല് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള പ്രൊഡ്യൂസേഴ്സിനാണ് റിസ്ക് ലെവല് കൂടുതൽ. അതായത് ഞാൻ ഇവിടുന്ന് ഒരു പടം എടുക്കുന്നു, ഇപ്പൊ ഞാൻ ആവേശമുണ്ട്, എൻ്റെ കയ്യിൽ ആവേശമുണ്ട്, വർഷങ്ങൾക്കപ്പുറമുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം, അത് ഏറ്റവും ഹൈലി ആന്റിസിപ്പേറ്റഡ് മൂവിയാണ് ഇവിടുത്തെ. ഞാൻ കൊടുത്തേക്കുന്ന എമൗണ്ടും അവിടെ കളക്ഷൻ നോക്കി എൻ്റെ കയ്യിലായിരിക്കും കളക്ഷൻ എമൗണ്ട് ഇരിക്കുന്നത്. ഇവിടുന്ന് വിശ്വസിച്ചാണ് എനിക്ക് ആ മൂവി തരുന്നത്. മൂവി തന്ന അത്രയും പൈസ ഞാൻ തിരിച്ചു കൊടുക്കണം. വിത്തിൻ്റെ ടൈം ഫ്രെയിം ഞാൻ തിരിച്ചു കൊടുത്താലേ എനിക്ക് അടുത്ത പടം കിട്ടത്തുള്ളൂ. 15 വർഷമായിട്ട് ഞാൻ പടം ചെയ്യും. ഇന്നേ അവർ എൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ എല്ലാ പടത്തിലും ഒരു സൈബർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനി പേരുണ്ട്. എൻ്റെ വൈഫിനെയോ എന്നെയോ എൻ്റെ പിള്ളേരെയോ ആർക്കും അറിയത്തില്ല. ഞാനിവിടെ ഒരു പടത്തിന് ക്രിസ്റ്റഫറിന്റെ പ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കമ്പനിയുടെ പേര്. ഓക്കെ, അത് ആ പടത്തിന്റെ ഒരു ഓപ്പണിങ്ങിനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും ഞങ്ങൾ ആരും പോയിട്ടില്ല. അങ്ങനെ അത്രയും ബാക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ആ ആളെയാണ് ഇപ്പം ഒരു ടൈൽ ബിസിനസ് ഞാൻ എന്നെ സംബന്ധിച്ചോളം എല്ലാ ബിസിനസ്സിനെ, അതായത് പുതിയതായിട്ട് വന്ന ഒരു 2 വർഷം കൊണ്ട് മുളച്ചൊരു ചെറിയ ബിസിനസ് എന്നാണ് ടൈൽ ബിസിനസ്. ബാക്കിയുള്ള എല്ലാ ബിസിനസ്സിനും പ്രോഫിറ്റിൽ പോകുന്ന ഒരു ബിസിനസ്സാണ്. അതായത് നമ്മൾ 15 വർഷമായിട്ട് ഇവിടെ നിങ്ങൾ ഏത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ചോദിച്ചു, ആന്റി പെരുമ്പാവൂരിന്റെ ലേറ്റസ്റ്റ് നേര് ചെയ്തത് വാലിബൻ ചെയ്തത് ഞാനാണ്. അഡ്വാൻസ് കൊടുത്തത്, അഡ്വാൻസ് എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള പേയ്മെന്റ് ആന്റി പെരുമ്പാവൂരിന് 30 ദിവസത്തിനുള്ളിൽ കിട്ടിയോ കിട്ടിയില്ല.
ഇത്രയും വർഷങ്ങൾ അഞ്ചു പെരുമാൻ അടുത്ത ബാറോസ് എല്ലാ പടങ്ങളും ചെയ്യുന്ന ശ്രദ്ധ വേൾഡ് ചെയ്യുന്നതാണ്. അവർക്കെല്ലാം ഇന്നേ വരെ ആരെങ്കിലും ഒരു പേയ്മെന്റ് ഇപ്പൊ ഭയങ്കര വിവാദമായിട്ടൊരു പടം ഉണ്ടായിരുന്നു തുറമുഖം എന്ന് പറഞ്ഞ പടം. തുറമുഖത്തിന് ആദ്യത്തെ ഫസ്റ്റ് ഫണ്ടിങ്, അതായത് ആദ്യത്തെ 3 കോടി സുകുമാർ തെക്കേപ്പാടിന് ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പേ കൊടുക്കുന്നത്, ഞങ്ങളുടെ കമ്പനിയാണ് കൊടുക്കുന്നത്. 10 കോടിക്ക് പുള്ളി ആ പടം ഫുൾ എഴുതി എൻ്റെ തന്നതാണ്. മൊത്തം എല്ലാ റൈറ്റ്സും OTT തൊട്ട് എല്ലാ റൈറ്റ്സും എഴുതി എൻ്റെ തന്നതാണ്. അത് കഴിഞ്ഞ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തെക്കേപ്പാടിനൊരു സുകുമാർ തെക്കേപ്പാട് പറഞ്ഞു 10 കോടി വളരെ കുറവായിപ്പോയി, ബഡ്ജറ്റ് കൂടി പോവാ, അപ്പൊ 10 കോടി എനിക്ക് തരാനൊക്കത്തില്ല, ഈ പടം തരാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഓൾറെഡി സെല്ല് ചെയ്ത പടം പുള്ളി റീസെല് ചെയ്തു, രണ്ടാമത് വേറെ ആൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു. അതായത് പുള്ളിയുടെ തെക്കേപ്പാട് ഫിലിംസ് എന്നുള്ളത് മാറ്റി അടുത്താക്ക് പോകാൻ പോകുന്നു, എല്ലാം ചെയ്യുന്നു. ഫിലിം ചേംബറിൽ കംപ്ലൈന്റ് ചെയ്ത് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റാറ്റസ് കോ വാങ്ങിച്ച് ഫിലിം ചേംബർ ഇടപെട്ട് ഫിലിം ചേംബർ പറഞ്ഞ് അന്ന് ഫിലിം ചേംബറുള്ള അനിൽ സാർ എന്ന ഒരാൾ പുള്ളിയോട് പറഞ്ഞൊരു ഇതാണ് സ്റ്റാറ്റസ് കോ ഹൈക്കോടതി വന്ന് ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത പടം. അപ്പൊ അനിൽ സാർ ചേംബറിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മാത്രമല്ല, കുറേ ആർട്ടിസ്റ്റ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, എത്രയോ പാക്കേജിലും ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പരിപാടി കാണിച്ചിട്ട് അവിടെ പോയി ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ പടം മൊത്തം നിന്ന് പോവുകയാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു സംസാരിച്ചു. സഞ്ജയ് വാദവ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും, അവരും ഇൻവോൾവ് ആയിട്ട് ലാസ്റ്റ് ആ 3 കോടി ഞാൻ കൊടുത്ത പൈസ എൻ്റെ ഓവർസീസ് മാത്രമായിട്ട് മാറ്റിയിട്ട് ഞാൻ ആ കേസ് വിഡ്രോ ചെയ്തു. കേസ് പിന്നെ പടം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, കണ്ടിന്യൂ ചെയ്ത് പോയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് പടം ഇറങ്ങി, ഒരു പോലും കളക്ട് ചെയ്തില്ല. അവിടുത്തെ ലിസൻസ് ചെയ്യുന്ന ലാസ്റ്റ് ആ പടം എടുത്തു, പടം റിലീസ് ചെയ്തു. ആ ഓവർസീസിൽ ആ പടം സെൻസറിന്റെ പൈസ പോലും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ 5 വർഷത്തിന് മുകളിൽ കോവിഡിന് മുന്നേ കൊടുത്ത പൈസയാണ്, എപ്പോഴാണ് റിലീസ് ചെയ്തത്. ഇതുപോലെ കുറെ വരണേ ആവശ്യമുണ്ട് പടം ഞാൻ ചെയ്തപ്പോൾ. ദുൽഖറിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിലുള്ള പടമാണ് വരണേ ആവശ്യമുണ്ട്. അത് ഞാൻ എടുത്ത് ഓവർസീസ് റൈറ്റ്സ് എടുത്തത് 3 കോടിക്കാണ് ഓവർസീസ് റൈറ്റ്സ് എടുക്കുന്നത്. ആ പടം ദുൽഖറിന്റെ പടമല്ല, സുരേഷ് ഗോപിയുടെ പടമാണ് എന്നുള്ള കാര്യം പടമായി കഴിഞ്ഞപ്പോൾ പടം അവിടെ ഓവർസീസ് റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. വേറെ ആൾക്കാർ 1.5 crores കൊടുത്ത പടം ഞാൻ 3 കോടിക്ക് പടം എടുത്തു. പടം നല്ലതായിരുന്നു, എനിക്ക് 3 കോടി ലോസ് ഒന്നും വന്നില്ല, ഞാൻ കവർ ചെയ്ത് പോയി. പക്ഷെ ഞാൻ 1.5 എടുക്കുവാണെങ്കിൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാണ്. ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു. അവർ വന്നപ്പോൾ ഞാൻ കൊടുത്ത എമൗണ്ടിന് അവർ പൈസ കെട്ടി വെച്ചു. എന്നിട്ട് ഇപ്പോഴും നടക്കുന്നു. ബിസിനസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ലീഗലായിട്ട്. ഇപ്പം ഞാൻ പോയി വരണേ ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു ചീറ്റിംഗ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പോയി പേപ്പറിലും അല്ല FIR 420 കേസ് കിട്ടുക. ഓക്കെ, എനിക്ക് വന്ന് തുറമുഖത്തിന് പൈസ വരും, പുള്ളി എന്നെ ചീറ്റ് ചെയ്തു. ഈ രണ്ടാമത് കൊണ്ടുപോയി പുള്ളി പണം വെക്കാൻ പോയി. ഞാൻ പോയി 420 അല്ല ചെയ്യുന്നത്, ലീഗലായിട്ട് ഇവിടെ കോടതിയുണ്ട്. ഇപ്പം പുള്ളിക്ക് പ്രശ്നമുണ്ടെങ്കിൽ പുള്ളിക്ക് കോടതിയെ സമീപിക്കാം. ഓസ്ട്രേലിയൻ കോർട്ട് ഇന്ത്യൻ കോർട്ട് പോലെ അല്ല, 30 ദിവസത്തിനുള്ള ഒരു തീരുമാനമാകും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ. ഒരു രാജ്യം തമ്മിലുള്ള ബന്ധമാണിത്. ഓസ്ട്രേലിയ അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ പറയുന്നതിന്റെ അകത്ത് കയറി പിടിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, ഇത്രയും ജനസംഖ്യയുള്ള നാടാണ്. ഓക്കെ, ഇവിടെ ഒരു സാധനം ഒരു കാര്യം നടന്നു വരിക എന്ന് പറയുമ്പോൾ ടൈം എടുക്കും. പക്ഷെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരില്ല. അതായത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയ മൊത്തം. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു കോണ്ടിനെന്റ് ആണ്. അതായത് ഓസ്ട്രേലിയക്കകത്ത് തന്നെ പല സ്റ്റേറ്റുകളും 2.5-3 മണിക്കൂർ ഡിഫറൻസിലാണ്. 3 മണിക്കൂർ, അതായത് ഒരിടത്ത് 10 മണി ആയാൽ മറ്റേടത്ത് 2 മണി, അത്രയും ഡിഫറൻസ് ഉള്ള വലിയ രാജ്യമാണ്. ആ വലിയ രാജ്യത്ത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് അവിടുത്തെ നിയമവ്യവസ്ഥയും എല്ലാം വന്ന് പാസ്സായിട്ട് തീരും. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്രയും ജനങ്ങളുണ്ട്. ഇത്രയും ജനങ്ങൾക്ക് എത്ര കോടതിയുണ്ട് ഇവിടെ? ഒരു കോടതി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വരണേ ആവശ്യമുള്ള കേസ് ഇപ്പൊ പറയാം, എന്ന് റിലീസായതാണ്, കോവിഡിന് മുന്നേ റിലീസായതല്ലേ. റിലീസായ അന്ന് കൊണ്ട് ഈ കേസ് 4 വർഷമായി കൊമേഴ്ഷ്യൽ കോർട്ടിലാണ് ഈ കേസ് കിടക്കുന്നത്. കൊമേഴ്ഷ്യൽ കോർട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നായിരുന്നു റൂളിംഗ് വന്നിരുന്നത്. 6 മാസം കൊണ്ട് ബിസിനസ്സുകാർക്ക് വേണ്ടി രൂപീകരിച്ച ഒരു കോർട്ടാണ് കൊമേഴ്ഷ്യൽ കോർട്ട്. ഈ കൊമേഴ്ഷ്യൽ കോർട്ടിൽ 4 വർഷമായിട്ട് ഈ സാധനം കിടക്കുക. അതായത് അവര് പൈസ കെട്ടി വെച്ചു, എല്ലാ ദിവസവും വരുമ്പോഴത്തേക്ക് ഒന്നിനും മാറ്റി വെക്കുക, അവിടെ മാറ്റി വെക്കുക, ആളില്ല, അങ്ങനെ മാറി പൊക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇവിടെ. ഓസ്ട്രേലിയ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് ലീനിയന്റ് ആണ്, ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. 10 പ്രാവശ്യം നിങ്ങൾ കോർട്ടിൽ വന്നില്ലെങ്കിലും 14 പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ലീനിയൻസി ഉണ്ട്. ഓസ്ട്രേലിയയിൽ വന്ന് 2 പ്രാവശ്യം നിങ്ങൾ വന്നില്ലെങ്കിൽ എക്സ്പാർട്ടി ആയി, വിധിയായി.